എന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യം? ഒരു 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 കോമൺ മാനായ ഞാൻ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിലനിൽപ്പിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിൽ എന്ത് ബാധിക്കാനാ? നമുക്ക് ഈ യൂണിവേഴ്സിനെ പറ്റി ഒരു ക്യൂറിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ജനറലി ഒരു ബെറ്റർ ഹ്യൂമൻ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു അരിമണിയുടെ അത്രയും പോലും ഇല്ല നമ്മള്. സോ ആ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഭൂമിയിലിരുന്ന് ഈ ജാതി, മതം, പാർട്ടി, ജെൻഡർ, അത് ഇതെന്ന് പറഞ്ഞ് അനാവശ്യമായി തല്ലുണ്ടാക്കുന്നൊക്കെ വെറുതെ ആണെന്നുള്ളൊരു ട്രൂ അണ്ടർസ്റ്റാൻഡിങ് വരും. നമ്മൾ ഇതൊക്കെ ഇത്രയും ചെറിയൊരു സാൻഡ് ഗ്രെയിനിലേക്ക് കീടാണുക്കളുടെ അത്ര ഉള്ള നമ്മൾ കറന്ന് ഈ അടിയുണ്ടാക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ നമുക്ക് ആക്ച്വലി നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം. നമ്മൾ ഞാൻ യൂണിവേഴ്സിന്റെ ഭാഗമാണ്, പൂജ യൂണിവേഴ്സിന്റെ ഭാഗമാണ്, നമ്മൾ ഈ കാണുന്നതെല്ലാം യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ഇപ്പൊ ഞാനും പൂജയും ഒരു കാക്കയും ഒരു പൂച്ചയും ഒരു പശുവും എല്ലാം ഒരൊറ്റ സിംഗിൾ സെൽ ക്രീച്ചറിൽ നിന്ന് ഇവോൾവ് ആയി വന്നേക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ എല്ലാ ആൻസിസ്റ്റർ എടുത്ത് പോയാൽ നമ്മളെല്ലാം ഒരൊറ്റ സെല്ലിൽ നിന്ന് ഇവോൾവ് ആയി വന്നേക്കുന്ന ക്രീച്ചേഴ്സ് ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരുമ്പം നമ്മൾ എല്ലാ ആനിമൽസിനോടും കുറച്ചുകൂടെ എംപത്തറ്റിക് ആവും. ഒരു ട്രൂ സെൻസ് ഓഫ് എംപത്തി നമുക്ക് തോന്നും എല്ലാത്തിന്റെ അടുത്തും. ആൻഡ് ആ എംപത്തി വരുന്ന ഒരു ദൈവഭയത്തിൽ നിന്നൊന്നും അല്ല ഈ എംപത്തറ്റിക് ആവുക, ഇല്ലെങ്കിൽ ഈ ദൈവം അങ്ങനെയല്ല. കംസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ട്രൂലി അണ്ടർസ്റ്റാൻഡിങ് ദ യൂണിവേഴ്സ്. അപ്പൊ ഒരു ട്രൂലി എംപത്തറ്റിക് ആവും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിനെ പറ്റി പഠിക്കേണ്ടത്. ഒരു ബെറ്റർ ഹ്യൂമൻ ആവും.